ലിറ്ററേച്ചർ ഓഫ് ദ 20th ആൻഡ് 21st സെഞ്ചുറിയുടെ മൊഡ്യൂൾ 2 തിയറി പോർഷനാണ് നമ്മൾ നോക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സിലബസ് എടുത്ത് വെച്ചിട്ട് നോക്കുക. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് റേസിസം ആണ്. എന്താണ് റേസിസം? റേസിസം എന്ന് പറയുന്നത് പ്രെജുഡിസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, കുറച്ച് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ട് അവരുടെ റേസിനെയോ അവരുടെ എത്നിസിറ്റിയോ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ പുറമെ അവർക്ക് നേരെ നമ്മൾ ഒരു പ്രജുഡിസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. അതാണ് റേസിസം എന്ന് പറയുന്നത്. അതായത് പ്രജുഡിസ് ഓർ ഡിസ്ക്രിമിനേഷൻ വിച്ച് ഇസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ റേസ് അല്ലെങ്കിൽ എത്നിസിറ്റി, അവരുടെ വംശത്തെയോ അവരുടെ കളറിനെയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെവിടെ ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നതെന്നോ അല്ലെങ്കിൽ അവരുടെ കളറിനെ അവരുടെ ജനിച്ച സ്ഥലത്തെ അല്ലെങ്കിൽ അവരുടെ വംശത്തിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തുക. ഇനി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ US റേസിസത്തിന് വലിയൊരു ലോങ് ഹിസ്റ്ററിയാണുള്ളത്. അതായത് ഈ റേസിസം കാരണം അവിടുത്തെ ഇനിക്വാളിറ്റീസ്, അതായത് ആഫ്രിക്കൻ അമേരിക്കൻസിനെതിരെയും അതർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെതിരെയുള്ള ഇനിക്വാളിറ്റി ഒരുപാട് ഉണ്ട്. എവിടെയാണ്? US. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് റേസിസം ആണുള്ളത്? സിസ്റ്റമിക് റേസിസം ഉണ്ട്, കൾച്ചറൽ റേസിസം ഉണ്ട്. സിസ്റ്റമിക് റേസിസം എന്ന് പറയുന്നത് ലോ അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ സൊസൈറ്റിയൽ പ്രാക്ടീസസിൽ എന്ത് കൊണ്ടുവരുന്നു? സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നു. കൾച്ചറൽ റേസിസം എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ അമേരിക്കൻസിനെ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുക, സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുക മീഡിയാസിൽ അല്ലെങ്കിൽ മൂവീസിൽ അല്ലെങ്കിൽ കൾച്ചറിൽ അല്ലെങ്കിൽ ഈവൻ ബുക്കിലാണെങ്കിൽ പോലും ലിറ്ററേച്ചറിലാണെങ്കിൽ പോലും. അതാണ് കൾച്ചറൽ റേസിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞാലും റേഷ്യൽ ഡിസ്പാരിറ്റീസ് അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സ്ലേവറി. അതിനകത്ത് വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് സ്ലേവറി എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ലേവറി എന്ന് പറയുന്ന ആഫ്രിക്കൻ പീപ്പിളിനെ ഫോഴ്സിബിളായിട്ട് അമേരിക്കയിൽ കൊണ്ടുവന്ന് അവരെ മാർക്കറ്റിൽ വിറ്റ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് മേടിച്ച് അല്ലെങ്കിൽ വിറ്റ് ഹാർഷായിട്ട് അല്ലെങ്കിൽ ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുന്നു. എൻ്റെ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്നും പറഞ്ഞൊരു 16th and 19th സെഞ്ചുറിയിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് മില്യൺസ് ഓഫ് ആഫ്രിക്കൻസിനെ അറ്റ്ലാന്റിക്കിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പ്ലാന്റേഷൻസിലും, അതായത് അമേരിക്കൻ സൗത്തിലുമൊക്കെ, സൗത്ത് അമേരിക്കയിലുമൊക്കെ, അമേരിക്കൻ സൗത്തിൽ അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഫോഴ്സിബിളായിട്ട് കൊണ്ടുവന്ന് പീഡിപ്പിച്ചിരുന്നു. ഇനി അബോളിഷൻ ഓഫ് സ്ലേവറി അത് 1865 13th അമെൻമെൻറ്റ് ആയിരുന്നു US കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതായത് സ്ലേവറി അബോളിഷ് ചെയ്ത് കൊണ്ടുവന്നു. അത് സിവിൽ വാറിന്, അതായത് വിച്ച് ഇസ് ഫോളോയിങ് സിവിൽ വാർ, അതിനുശേഷം സിവിൽ വാർ വന്നു. ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഇഫക്റ്റ് ഈ സ്ലേവറി എന്ന് പറഞ്ഞ കാര്യം ആഫ്രിക്കൻ അമേരിക്കൻസിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അത്രയും ജനറേഷൻസ് അനുഭവിച്ച ട്രോമ, ഇതെല്ലാം ഇവരെ ഇപ്പോഴും വേട്ടയാടുന്ന കാര്യങ്ങളാണ്. അതായത് പോവേർട്ടി, സ്ട്രഗിള്, റൈറ്റ്സിന്, അവരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സിന് വേണ്ടിയുള്ള റെക്കഗ്നീഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, ഇതൊന്നും അവർക്ക് ഇല്ലായിരുന്നു. റേഷ്യൽ ഹൈറാർക്കീസ് ഉള്ളതുകൊണ്ടും ഈ വൈറ്റ് സുപ്രീമസിയുടെ ആ ഒരു ലെഗസി ഉള്ളതുകൊണ്ടും, ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ അമേരിക്കൻ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടും ഈ സ്ലേവറി എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ ബാൻ ചെയ്താലും എവിടെയൊക്കെ നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് പ്രജുഡിസ് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിവിൽ റൈറ്റ്സ് മൂവ്മെൻ്റ് ആണ്. അപ്പം സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മിഡ് 20th സെഞ്ചുറിയിൽ വന്ന ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അത് ഈ റേഷ്യൽ സെഗ്രിഗേഷൻ നിർത്താനും ഈ ആഫ്രിക്കൻ അമേരിക്കൻസിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ നിർത്താനും അതുപോലെ തന്നെ അവർക്ക് ലീഗൽ ആൻഡ് സോഷ്യൽ ഈക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് അതിനകത്ത് വരുന്ന കീ ഇവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് സ്കൂളുകളിലൊക്കെ സെഗ്രിഗേഷൻ ഉള്ളത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് മാറ്റി, അത് 1954. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ബസ്സസിലൊക്കെ ഇങ്ങനെയുള്ള സെഗ്രിഗേഷൻ നിർത്തലാക്കാൻ ശ്രമിച്ചു. അതായത് ബസ്സിലൊന്നും ഇവരെ കയറാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ സിവിൽ റൈറ്റ്സ് ആക്ട് കൊണ്ടുവന്നു, വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് കൊണ്ടുവന്നു. അതായത് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കാനും അവർക്ക് അതുപോലെ തന്നെ ഈ സെഗ്രിഗേഷനെതിരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടുകൾ 1964 65 കൊണ്ടുവന്നു. ഇനി പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ മാർട്ടിൻ ലൂഥർ കിങ് ഉണ്ടായിരുന്നു. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. അദ്ദേഹം ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിന് ഫേമസ് സ്പീച്ച് തന്നെയുണ്ട്. അതായത് ഈ നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റിൻ്റെ ലീഡറായിരുന്നു അദ്ദേഹം. സ്ലേവറി നിർത്തലാക്കണം, റേഷ്യൽ പ്രജുഡിസ് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞു. മാൽക്കോം എക്സ് എന്നും പറഞ്ഞ് ബ്ലാക്ക് എംപവർമെൻറ്റ് മൂവ്മെൻറ്റ് തന്നെ കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹം റേഷ്യൽ ഒപ്രഷനെതിരെ സംസാരിച്ച അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ് മാൽക്കോം എക്സ്. ഇനി നെക്സ്റ്റ് മുലാറ്റോ എന്നുള്ള ടേമാണ്. മുലാറ്റോ എന്ന് പറയുന്നത് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ഉള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആ ഒരു ആൻസസ്ട്രിയിൽ ജനിച്ച ആളുകളെയാണ് നമ്മൾ മുലാറ്റോ എന്ന് പറയുന്നത്. അതായത് അച്ഛനോ അമ്മയോ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ആയിരിക്കും. ആ ഒരു മിക്സഡ് ആയിട്ടുള്ള പേരൻസിൽ ജനിച്ച ആളുകളെയാണ് നമ്മൾ മുലാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ,
അത് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആൻഡ് ഒഫെൻസീവ് വേർഡാണ്. അതായത് ഈ മിക്സഡ് റേസ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ വിളിക്കുന്നത് മുലാറ്റോ എന്ന്. അവർക്ക് ഒരുപാട് ഐഡൻറ്റിറ്റി ക്രൈസിസും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തേണ്ടി വരുന്നുണ്ട്. അത് പ്രിവിലേജ് ആണെങ്കിലും ഡിസ്ക്രിമിനേഷൻ, പ്രിവിലേജ് കൊണ്ട് അവർക്ക് വൈറ്റ് ആണെന്നുള്ളതിന് പക്ഷേ ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, പിന്നെ അവരുടെ ലിറ്ററേച്ചറിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാങ്സ്റ്റൺ ഹ്യൂസ്, നെല്ല ലാർസൺ ഇവരൊക്കെ ഈ മിക്സഡ് റേസ് ഇൻഡിവിജ്വൽസിൻ്റെ സ്ട്രഗിൾസിനെ എക്സ്പ്ലോർ ചെയ്ത ആളുകളാണ്. അതായത് അവർക്കും ബിലോങ്ങിങ്ങും ഐഡൻറ്റിറ്റിയും വേണം. അവരുടെ ആ ഒരു ക്രൈസിസിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത ആളുകളാണ് ലാങ്സ്റ്റൺ ഹ്യൂസിനെ പോലുള്ള റൈറ്ററൊക്കെ. ഇനി ഹാർലം റിനസൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു കൾച്ചറൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ്. 1920s അല്ലെങ്കിൽ 30s ന്യൂയോർക്കിൽ ഹാർലം എന്നുള്ള സ്ഥലത്ത് വെച്ച് സെൻറ്റർ ചെയ്ത് നടത്തിയ ഒരു മൂവ്മെൻ്റാണ്. അത് ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറിനെയും ആഫ്രിക്കൻ അമേരിക്കൻ എന്ത് കൾച്ചറാണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ആർട്സിനെ ആണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഹാർലം റിനസൻസ് എന്ന് പറയുന്നത്. അത് ആഫ്രിക്കൻ അമേരിക്കൻ ഹെറിറ്റേജിനെ എംബ്രേസ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു, റേഷ്യൽ സ്റ്റീരിയോടൈപ്സിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ്. അതായത് റേഷ്യൽ പ്രൈഡിനെ സപ്പോർട്ട് ചെയ്യുക, ഡിസ്ക്രിമിനേഷനെ സപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എതിരായിട്ട് കൊണ്ടുവന്നൊരു മൂവ്മെൻ്റാണ് നമ്മുടെ ഹാർലം റിനസൻസ് എന്ന് പറയുന്നത്. പിന്നെ ആഫ്രോ അമേരിക്കൻ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫെമിനിസം അതൊരു ഫെമിനിസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. ആഫ്രിക്കൻ അമേരിക്കൻ വിമണിൻ്റെ സ്ട്രഗിൾസിനെയും അവരുടെ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസിനെയും അഡ്രസ്സ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ആഫ്രോ അമേരിക്കൻ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു മൂവ്മെൻറ്റും. അതായത് ബ്ലാക്ക് വിമണിനെ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ വിമണിനെ അവരുടെ ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ അവരുടെ എക്സ്ക്ലൂഷനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അതായിരുന്നു. ഇപ്പോൾ കീ ആയിട്ടുള്ള ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ സജോണ ട്രൂത്ത് ഉണ്ട്, പിന്നെന്താണ് എയിൻറ്റ് ഐ എ വുമൺ എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളതാണത്. അവരുടെ ആ ഒരു സ്പീച്ച് റേസിസത്തിനും സെക്സിസത്തിനും എതിരെയുള്ളൊരു സ്പീച്ച്. പിന്നെ ബെൽ ഹൂക്സ് എന്ന് പറയുന്ന, ഓഡ്രെ ലോഡ് എന്ന് പറയുന്ന റൈറ്റേഴ്സും ഒക്കെ ഈ പിന്നെന്താ പറയുക ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയവരാണ്. പിന്നെ മെയിൻ കൺസേൺസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ്, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, അതുപോലെ തന്നെ മീഡിയയിലും പൊളിറ്റിക്സിലും ലിറ്ററേച്ചറിലും ഒക്കെ അവരെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ഇതൊക്കെയായിരുന്നു അവരുടെ കൺസേൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, സോഷ്യൽ ജസ്റ്റിസ് അവർക്ക് കിട്ടുന്നുണ്ടോ, ഈ ബ്ലാക്ക് വിമണിന് നേരെയുള്ള സ്റ്റീരിയോടൈപ്സ് ഒക്കെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ളതായിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1968 റയറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു സീരീസ് ഓഫ് സിവിൽ ഡിസ്റ്റർബൻസസ് 1968 ഹാപ്പൻ ചെയ്തു. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഒരുപാട് സിറ്റീസിൽ ഹാപ്പൻ ചെയ്തു. അതിനുശേഷമാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ അസാസിനേറ്റ് ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ആർക്ക് വേണ്ടിയായിരുന്നു നിന്നിരുന്നത്? ഈ മറ്റേ റേഷ്യൽ സെഗ്രിഗേഷനൊക്കെ എതിരെ നിന്നിരുന്ന ആളാണ്. അപ്പം ഈ ഒരുപാട് സീരീസ് ഓഫ് റൈറ്റ്സ് ആയിരുന്നു ഒക്കർ ചെയ്തത് എവിടെയായിരുന്നു? നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. അപ്പോൾ അത് കൂടുതലും എവിടെയൊക്കെയായിരുന്നു? വാഷിങ്ടൺ DC, ബാൽറ്റിമോർ, ഷിക്കാഗോ, അങ്ങനെ അതർ 100 സിറ്റീസിൽ ഇത് ഹാപ്പൻ ചെയ്തു. ഈ പ്രൊട്ടസ്റ്റ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷ്യൽ ഇക്വാളിറ്റിക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും എക്കണോമിക് ഡെപ്രിവേഷനൊക്കെ അർബൻ ഏരിയാസിലുള്ള എക്കണോമിക്കലി പുവർ ആയിട്ടുള്ള കാര്യങ്ങളും, അതായത് ഓരോരുത്തർ ആളുകൾ ഫേസ് ചെയ്യുന്ന ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു ഇത്. ഇങ്ങനെ ഇതിനകത്ത് നിന്ന് വന്ന ഒരു റൈറ്റ്സ് ആണ് ഇതെല്ലാം. അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഒരുപാട് ഡാമേജ്ഡ് ആയി, ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിന്നെന്താണ് പറഞ്ഞത്, ഈ സൊസൈറ്റിയൽ ടെൻഷൻസ് കൂടി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ പോവേർട്ടി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനെതിരെ ഗവൺമെൻറ്റിനെ പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഇതും ഹാപ്പൻ ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു വെച്ചാൽ ആ സമയത്ത് പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ഈ ഒരു അതായത് ഇദ്ദേഹം പീസിനും സമാധാനത്തിനും പുതിയൊരു സോഷ്യൽ കോണ്ടാക്റ്റിന് വേണ്ടിയും പുതിയൊരു സോഷ്യൽ പ്രോഗ്രാംസിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്തു ഈ ഒരു സമയത്ത്. അതായത് റേഷ്യൽ ഡിസ്പാരിറ്റീസ് ഒക്കെ മാറ്റാൻ വേണ്ടി. പിന്നെ 1968 റൈറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടി, അതായത് ഈ ആഫ്രിക്കൻ അമേരിക്കൻസിന് ഈ ഒരു ഇഷ്യൂസിനൊക്കെ എതിരെയായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റിൻ്റെ.